ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാനാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ ഡെയിലി പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു പ്ലാന്റ്സ് കിട്ടുള്ളൂ, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ തോന്നുള്ളൂ കേട്ടോ. ഒരുപാടൊന്നുമില്ല, പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ മോളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ബോഗൺവില്ല എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമായിട്ട് വാങ്ങിച്ച കുറച്ച് പ്ലാന്റ് ഉണ്ട്. അതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. നമ്മൾ മോർണിംഗിൽ എണീച്ച് വരുന്ന പാടെ ഇവിടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ആ ബോഗൺവില്ലൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ, നല്ലൊരു ഫ്രഷ് ഫീൽ തോന്നും കേട്ടോ. ഇങ്ങനെ ചെടികളും എല്ലാം കാണുമ്പോൾ അതുപോലെ തന്നെ ഇത് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. അഡീനിയം എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയാണ്, ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിനടിയിൽ വിരിച്ചിട്ടുള്ളത് മെക്സിക്കൻ ഗ്രാസ് ആണ്. ഇതും തന്നെ ഡെയിലി ഇങ്ങനെ നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മൾ കെയർ ചെയ്യണം, എന്നാൽ തന്നെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഫിക്സ്ഡ് ഡേറ്റ് നമുക്കൊരു 10-15 ദിവസം കൂടുമ്പോൾ ഇതിനൊക്കെ ഓരോ മരുന്നുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത് ഹെലിക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഒരു റെഡ് ആൻഡ് യെല്ലോ കളർ ഫ്ലവർ എപ്പോഴും ഇതിലുണ്ടാവും. ഇത് വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് അടിയിൽ വിരിച്ചിട്ടുള്ളത് പേൾ ഗ്രാസ് ആണ് കേട്ടോ. അത് പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്. നമ്മളിങ്ങനെ പുറത്തേക്ക് വളരുന്ന ഭാഗങ്ങൾ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഹെലിക്കോണിയ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിന്മേൽ എപ്പോഴും ഫ്ലവർ ഉണ്ട്. അത് ഈ വീടിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ കൂട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഹെലിക്കോണിയ പ്ലാന്റ്. അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ വെച്ചിട്ടുള്ളത് കലാത്തിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കലാത്തിയ പ്ലാന്റ്. ഇതും നമ്മളെക്കാളും ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നും മോർണിംഗിൽ ഇതിനൊക്കെ ഒന്ന് വെള്ളം കൊടുത്ത് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ. നമുക്ക് ചെടികളും ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഫീലാണ്. പിന്നെ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനും ഒക്കെ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.